ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. എല്ലാവരും ഒരേപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സർ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ? കാരണം സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അത് പഠിക്കാമെന്ന് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് മക്കളെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഡാനിയൽ സെൽ എന്താ ചോദ്യം? റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ ഓഫ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ ആനോഡ് റിയാക്ഷനും വേണം, കാഥോഡ് റിയാക്ഷനും വേണം. മക്കളെ, നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡാനിയൽ സെൽ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് ആനോഡ്? ആനോഡായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് സിങ്ക് ആണ്. കാഥോഡായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് മക്കളെ നിങ്ങൾക്കറിയാം കോപ്പർ ആണ് അല്ലേ? സിങ്ക് സൾഫേറ്റിൽ, കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അവർ പരസ്പരം ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. 2 സൊല്യൂഷനെ കണക്ട് ചെയ്ത് സാൾട്ട് ബ്രിഡ്ജ് അല്ലേ? നമുക്കത് വരയ്ക്കാനൊക്കെ അറിയണം. നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താണ് മക്കളെ ആനോഡിൽ നടക്കുന്നത്? ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. എങ്ങനെ ഓക്സിഡൈസ് ചെയ്യുക? സിങ്ക് എന്ന് പറയുന്ന മെറ്റല് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Zn2+ ആയി മാറുന്നു. സിങ്ക് എന്ന് പറയുന്ന മെറ്റല് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Zn2+ ആയി മാറുന്നതാണ് അവിടെ നടക്കുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കാഥോഡിൽ എന്താ മക്കളെ സംഭവിക്കുക? കാഥോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ഇറക്കി വെച്ചിരിക്കുന്നത് ആ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ 2+ അയോണ് ആനോഡിൽ നിന്ന് വരുന്ന 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ മെറ്റലായി മാറുന്നതാണ് കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഡാനിയൽ സെല്ലിൽ ആനോഡിൽ എന്താ നടക്കുക, കാഥോഡിൽ എന്താ നടക്കുക, ആ റിയാക്ഷൻ എന്താണ്, ആരാ ആനോഡ് ആരാ കാഥോഡ് എന്ന കാര്യമൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. റെഡി? ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ? മക്കളെ, ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ് എന്ന കാര്യം നിങ്ങൾ മറക്കാനിടയില്ല. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നേൺസ്റ്റ് ഇക്വേഷൻ. എങ്ങനെയാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് റെപ്രസെന്റ് ചെയ്യുക എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാ മക്കളെ ഈ ഡാനിയൽ സെൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? നോക്കൂ, ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ആനോഡിനെയാണ്. ആനോഡ്, എന്നിട്ടോ ഒരു സ്ലാഷ് ഇടുക. എന്നിട്ടോ ആ ആനോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റിലെ കാറ്റയോണിനെ മാത്രം എഴുതുക. സിങ്ക് സൾഫേറ്റിലാ വെച്ചിരിക്കുന്നത്. അതിലുള്ള കാറ്റയോൺ എന്ന് പറയുന്നത് Zn2+ ആണ്. ആരാ മക്കളെ? Zn2+. പിന്നെ സാൾട്ട് ബ്രിഡ്ജ് ആണ്. ഒരു ഡബിൾ വെർട്ടിക്കൽ ലൈൻ അഥവാ ഡബിൾ സ്ലാഷ് നിങ്ങൾക്കിടാം, 2 ഇടാം. ഇനി കാഥോഡാണ്. കാഥോഡിൽ ആദ്യം തന്നെ എഴുതേണ്ടത് ആ കാഥോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റിലുള്ള കാറ്റയോണിനെയാണ്, അഥവാ കോപ്പർ 2+നെയാണ്. ആരെയാ മക്കളെ? കോപ്പർ 2+. പിന്നെ സ്ലാഷ് ഇട്ട് കോപ്പർ മെറ്റൽ അഥവാ കാഥോഡ് എഴുതുക. ഇങ്ങനെയാണ് ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ മക്കളെ, ഡാനിയൽ സെല്ല് വരയ്ക്കാൻ അറിഞ്ഞാൽ പോരാ, അവിടെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ അറിഞ്ഞാൽ പോരാ. ഒരു സെല്ല് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ്. റെഡി? ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഇറ്റ്സ് നേൺസ്റ്റ് ഇക്വേഷൻ. ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. മക്കളെ, ഞാൻ കൃത്യമായി പറയാം. ഡാനിയൽ സെല്ലിലെ കാഥോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ അറിയണം, ആനോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ അറിയണം. അതുപയോഗിച്ച് അവരുടെ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനും അറിയണം. അതെല്ലാം കൂടെ അവിടെ ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ അതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മക്കളെ നോക്കൂ, നമ്മുടെ ഡാനിയൽ സെല്ലിലെ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ആണ് അല്ലേ? അപ്പൊ കാഥോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതുക? വെരി സിമ്പിൾ.
ആ കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, കാഥോഡ് കോപ്പർ ആയതുകൊണ്ട് ഈ Cu2 plus Cu that is equal to standard electrode potential E0 Cu2 plus Cu minus 0.059 divided by 2. ഡാനിയൽ സെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവഡ് ആവുന്നത് എന്ന് നമുക്കറിയാം. എന്നിട്ടോ ln പകരം നമുക്ക് ലോഗ് എഴുതാം. ലോഗ് 1 ഡിവൈഡഡ് ബൈ കോപ്പർ 2+ എന്നാണ് നമ്മൾ എഴുതുക. ഇതാണ് ഡാനിയൽ സെല്ലിലെ കാഥോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഡാനിയൽ സെല്ലിൽ ആനോഡ് ഉണ്ടല്ലോ, ആനോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതുക? ഇതേപോലെ തന്നെയാ, പക്ഷേ കോപ്പറിന് പകരം സിങ്ക് എടുക്കണമെന്നേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാ, Zn2 പ്ലസ് Zn ആയി മാറുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ Zn2 പ്ലസ് Zn ആവുന്നു. മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ് 1 ഡിവൈഡഡ് ബൈ Zn2 പ്ലസ് എന്നാ വരിക. അപ്പൊ എക്സാമിന് അങ്ങനെ ചോദിക്കാം, ഡാനിയൽ സെല്ലിലെ ആനോഡിന്റെയും കാഥോഡിന്റെയും നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ഇത് എഴുതി പഠിക്കുക എന്നുള്ളതാ ചെയ്യേണ്ടത്. ഇനി ഇതുപയോഗിച്ച് ഇവരുടെ സെൽ പൊട്ടൻഷ്യൽ കാണാൻ ചോദിക്കാം. എങ്ങനെയാ മക്കളെ സെൽ പൊട്ടൻഷ്യൽ കാണുക? സെൽ പൊട്ടൻഷ്യൽ കാണാൻ അഥവാ ഈ സെല്ല് കാണാൻ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഇതിന് നേരെ താഴെ എഴുതാം. ഈ കാഥോഡ് ഈ ആനോഡ് മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? ഈ സെല്ലാ കിട്ടുക. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? E0 സെല്ലാ കിട്ടുക. എന്താ മക്കളെ കിട്ടുക? E0 സെല്ല് മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 കോമൺ ആണ്, അങ്ങനെ തന്നെ എഴുതിക്കോ. 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ് കോമൺ ആണ്. ഇനി നോക്കൂ, ഇവിടെ 1 കോപ്പർ 2+, ഇവിടെ 1 Zn2+. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമുക്കറിയാം, ഇതിൽ നിന്ന് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പൊ Zn2+ മുകളിലേക്ക് വരും, കോപ്പർ 2+ താഴേക്ക് വരും. അപ്പൊ നമ്മൾ പഠിച്ചതാണ്, ക്ലാസ് കേട്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. Zn2+ ആനോഡിന്റെ ഇലക്ട്രോലൈറ്റിലെ കാറ്റയോൺ ആണ്, മുകളിൽ വരിക, കാഥോഡിന്റെ താഴെ വരിക. കാര്യം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ മക്കളെ, ഇതെല്ലാം കൂടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഡാനിയൽ സെല്ല് വരക്കാൻ അറിയാം, അതിൽ ആനോഡ് ആരാ, കാഥോഡ് ആരാ, റിയാക്ഷൻ എന്താണെന്ന് അറിയണം, അതിന്റെ വോൾട്ടേജ് എന്താണെന്ന് അറിയണം. അതേപോലെ ആ സെല്ല് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആനോഡിന്റെയും കാഥോഡിന്റെയും നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ അറിയണം. അത് വെച്ച് സെൽ പൊട്ടൻഷ്യൽ അഥവാ ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ മക്കളെ? യെസ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പേപ്പറിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കണം, അത് മനസ്സിലാക്കി റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും എഴുതി പഠിക്കണം മക്കളെ. അടുത്തതിലേക്ക് പോവാം. ഡിസ്ക്രൈബ് അബൌട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാത്? ഒരു പ്ലാറ്റിനം വയർ വരുന്നു. ആ പ്ലാറ്റിനം വയറിന്റെ എൻഡിൽ ഒരു പ്ലാറ്റിനം ഫോയിലുണ്ട്. നോട്ട് ചെയ്യണം നിങ്ങൾ. ഈ പ്ലാറ്റിനം വയർ നേരെ എൻ്റർ ചെയ്യുന്നത് ഒരു സീൽഡ് ട്യൂബിലേക്കാണ്. ഇത് നേരെ എൻ്റർ ചെയ്യുന്നത് ഒരു സീൽഡ് ട്യൂബിലേക്കാണ്. ഈ സീൽഡ് ട്യൂബും ഈ മൊത്തം സെറ്റപ്പും നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിലാ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ആസിഡ് സൊല്യൂഷനിലാണ്. 1 മോളാർ കോൺസെൻട്രേഷനിലുള്ള ആസിഡ് സൊല്യൂഷനിലാണ് നമ്മൾ ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതാരാ? ഇത് പ്ലാറ്റിനത്തിന്റെ വയറാണ്. ഇത് പ്ലാറ്റിനത്തിന്റെ ഫോയിലാണ് എന്ന് നോട്ട് ചെയ്യുക. ഇനിയോ മക്കളെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സീൽഡ് ട്യൂബിലൂടെ പ്യുവർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടുന്നു. അറ്റ് 1 ബാർ പ്രഷർ ആണ്, അറ്റ് 298 കെൽവിൻ ആണ്.
298 കെൽവിൻ ടെമ്പറേച്ചറിൽ 1 ബാർ പ്രഷറിൽ ഈ സീൽഡ് ട്യൂബിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് നിങ്ങൾ കടത്തിവിടാണ്. ആ ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ നിന്ന് ഇങ്ങനെ ബബിളായിട്ട് മുകളിലേക്ക് പോകുന്നത് കാണാം. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു ഔട്ട്ലൈൻ വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങളുടെ പേപ്പറിൽ വരേണ്ട കാര്യങ്ങൾ ഇത് ഇതേപോലെ കാണാതെ പഠിക്കണമെന്നില്ല. ഈ ഒരു സാധനം നിങ്ങൾക്ക് വരക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മക്കളെ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നും പറയാറുണ്ട്. എന്താണ് അതിന്റെ പർപ്പസ്? എന്താണ് അതിന്റെ യൂസ്? മക്കളെ മനസ്സിലാക്കിക്കോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് എന്താ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആരുടെ പൊട്ടൻഷ്യൽ? ഓഫ് ആൻ ഇലക്ട്രോഡ്. മക്കളെ നോട്ട് ചെയ്യുക. ഒരു ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ ആ ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അതായത് ഒരു ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനാണ് ഈ SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതേപോലെ അയാൾ കാഥോഡായും ആക്ട് ചെയ്യാറുണ്ട്. മക്കളെ നോട്ട് ചെയ്തോ. ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി മക്കളെ വളരെ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഓക്സിഡേഷൻ സംഭവിക്കുക? ഹാഫ് H2 ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചാൽ ഒരു H2 2 ഹൈഡ്രജൻ, അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1 ഹൈഡ്രജൻ. അയാൾ ഓക്സിഡൈസ് ചെയ്ത് H+ ആയിട്ട് മാറുകയാണ് ചെയ്യുക ബൈ ഗിവിംഗ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ കൊടുത്ത് H+ ആയി മാറുന്നതാണ് മക്കളെ ഓക്സിഡേഷൻ. ഇനിയോ നിങ്ങൾ കാഥോഡിൽ എന്താ സംഭവിക്കുക? ഈ H+ എടുക്കുക നിങ്ങൾ. ആ H+ നമ്മൾ എടുക്കുന്നു. ആ H+ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് ഹാഫ് H2 ഗ്യാസ് ആയിട്ട് മാറുന്നു. അതായത് ഇലക്ട്രോൺ സ്വീകരിച്ച് റെഡ്യൂസ് ചെയ്യുന്ന എന്താ പറയുക, കാഥോഡായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. ഓക്സിഡൈസ് ചെയ്യുന്ന ആനോഡായിട്ടും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ആക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. നോട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, അത് പഠിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യണം, അത് അറിയേണ്ടതാണ്. കാര്യം എക്സാമിന് വരുന്നതാ. 2-3 മാർക്കിനൊക്കെയാ വരിക. ആ മാർക്ക് കളയരുത് നിങ്ങൾ. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. അതിന്റെ സബ് ക്വസ്റ്റ്യൻ, EMF ഓഫ് എ സെല്ല് തന്നിട്ടുണ്ട്. എത്രയാ? 0.76 വോൾട്ട് ആണ് എന്ത് EMF ആയിട്ട് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സെല്ലായിട്ട് തന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഗിവൺ ഇലക്ട്രോഡ്. സിമ്പിളാ. അതായത് ഇതിന് ഐഡിയ വേണം. എന്താ EMF എങ്ങനെയാ കാണുക? EMF is equal to E കാഥോഡ് മൈനസ് E ആനോഡ് ആണ്. ഓക്കെ ആണല്ലോ. EMF തന്നിട്ടുണ്ട്. എത്രയാ? 0.76 വോൾട്ട് ആണ്. ഈക്വൽ ടു, പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞേ? അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാ. ആരാ പോസിറ്റീവ്? കാഥോഡാണോ പോസിറ്റീവ്, ആനോഡാണോ പോസിറ്റീവ്? കാഥോഡാണ് പോസിറ്റീവ്. അപ്പൊ കാഥോഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ് എന്ന് തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ 0 വോൾട്ട് മൈനസ് ഈ ആനോഡ്. അപ്പൊ ഈ ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ മക്കൾ ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? റൈറ്റിൽ എന്താ ഉള്ളത്? മൈനസ് ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ലെഫ്റ്റിൽ എന്താ ഉള്ളത്? 0.76. അപ്പൊ എങ്ങനെ ഇത് കാണാം? വെരി സിമ്പിൾ. ഈ ആനോഡ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ മൈനസ് ഉള്ളത് പ്ലസ് ആവും ഈ ആനോഡ്. അപ്പൊ എന്ത് ചെയ്യണം? ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ -0.76
-0.76 വോൾട്ട് എന്നാ കിട്ടുക. അപ്പോൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.76 വോൾട്ട് ആണ് എന്ന് നമുക്ക് കിട്ടും. അതിന് രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ആണ് ഇ സെല്ല് കാണാൻ അല്ലെങ്കിൽ ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ. രണ്ട്, പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അത് കാഥോഡാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ്. ഇതൊക്കെ അറിയാമെങ്കിൽ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും, ബുദ്ധിമുട്ടില്ല. അപ്പൊ മക്കളെ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പഠിച്ചു വെക്ക്. ഇ സെൽ അഥവാ ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്ക്. എസ് എച്ചിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ് എന്ന കാര്യവും ഓർമ്മയിൽ വെച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.2 മോളാർ സൊല്യൂഷൻ ഓഫ് KCl at 298 Kelvin തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. മക്കളെ, കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ. മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി കപ്പ എന്നാ വായിക്കുക. കപ്പ കണ്ടക്ടിവിറ്റി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. മക്കളെ നോക്കൂ, ഈ പറയുന്ന കപ്പ തന്നിട്ടുണ്ട്, കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 0.0248 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. എത്ര മോളാറാ? 0.2. ഇത് ചെയ്താൽ ആൻസർ കിട്ടൂലേ? ആൻസർ കിട്ടി. എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ എന്തറിയണം? മൊളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്ന് മക്കൾ പഠിച്ചു വെക്കണം. കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ് എന്നും ഓർത്തു വെക്കുക. എം എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ് എന്നും ഓർത്തു വെക്കുക. റെഡിയാണോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കസ് ദ വേരിയേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഓൺ ഡൈല്യൂഷൻ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാ. മൊളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാ ഡൈല്യൂഷനുമായി കണക്ട് ചെയ്യാൻ പറ്റുക? മക്കളെ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. നമ്മൾ കോൺസെൻട്രേഷൻ കുറക്കുന്ന സമയത്ത്, നോട്ട് ചെയ്യേണ്ട കാര്യം, കോൺസെൻട്രേഷൻ കുറക്കുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. കോൺസെൻട്രേഷൻ കുറക്കുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാ ചെയ്യുക. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും കൂടും, അത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും കൂടും. അതിൻ്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കുറയുന്നത് കൊണ്ടാ. അതായത് ഡൈല്യൂഷൻ നടക്കുന്ന സമയത്ത് അഥവാ കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് അയോണുകൾക്കിടയിലുള്ള ഇന്ററാക്ഷൻ കുറയും. അയോണുകൾക്കിടയിലുള്ള ഇന്ററാക്ഷൻ കുറഞ്ഞാൽ മൊളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക എന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പക്ഷേ പ്രശ്നം എന്താ അറിയോ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലും വീക്ക് ഇലക്ട്രോലൈറ്റിലും കൂടുന്നുണ്ട്, പക്ഷെ ഒരേപോലെ അല്ല കൂടുന്നത്. എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അത് വിത്ത് ഗ്രാഫ് മക്കളെ നിങ്ങൾക്ക് വരക്കാൻ കഴിയണം. ഇവിടെ നിങ്ങൾ മൊളാർ കണ്ടക്ടിവിറ്റി എടുക്കുക, ഇവിടെ കോൺസെൻട്രേഷൻ √C എടുക്കുക. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ റെഗുലർ ആയിട്ടാണ് കൂടുക. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മൊളാർ കണ്ടക്ടിവിറ്റി കൂടി വരുന്നുണ്ട്. ഇതാണ് KCl ഒക്കെ പോലെയുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് സംഭവിക്കുന്ന വേരിയേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ റെഗുലർ ആയിട്ട് എന്ത് കൂടി വരും? മോളാർ കണ്ടക്ടിവിറ്റി കൂടി വരും. ഇനി അത് നിങ്ങൾ നീട്ടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാന്നറിയോ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. മാക്സിമം കണ്ടക്ടിവിറ്റിയാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ ഉണ്ടാവുന്ന മാക്സിമം കണ്ടക്ടിവിറ്റിയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈ ഗ്രാഫ് നീട്ടി വരയ്ക്കുന്നത് വഴി നമുക്ക് കിട്ടും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കഥ അങ്ങനെയല്ല. വീക്ക് ഇലക്ട്രോലൈറ്റിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടാ കൂടുന്നത്. ഏതുപോലെ CH3COOH അസറ്റിക് ആസിഡ്, അയാളൊരു വീക്ക് ഇലക്ട്രോലൈറ്റാ. അയാളിലും കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ റെഗുലർ ആയിട്ടല്ല കൂടുന്നത്, എക്സ്പോണൻഷ്യൽ ആയിട്ടാ കൂടുന്നത്. അതുകൊണ്ട് ഗ്രാഫ് നീട്ടി വരച്ചാൽ നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്.
ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. അതായത് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ വീക്കാണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും മോളാർ കണ്ടക്ടിവിറ്റി കൂടും. കാര്യം ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരേപോലെയല്ല കൂടുന്നത്. അത് ഈ ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള അഥവാ മാക്സിമം ഡൈല്യൂഷനിലുള്ള മാക്സിമം കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക എന്ന കാര്യം നോട്ട് ചെയ്തു വെക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇത് വരച്ച് പഠിക്കണം മക്കളെ, മനസ്സിലാക്കി പഠിക്കണം. ഇനി ഒരു കാര്യമുണ്ട്. എന്താ സാറേ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫ് നീട്ടി വരച്ചാൽ കിട്ടും. ശരി, അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് ഒന്നും കിട്ടൂലല്ലോ? കിട്ടില്ല. അത് കണ്ടെത്താൻ എന്താ മാർഗമുള്ളത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. അതിനൊരു മാർഗം നമ്മുടെ കയ്യിലുണ്ട്. ആ മാർഗത്തിന്റെ പേരാണ് കോൾറാഷ്യസ് ലോ. കോൾറാഷ്യസ് ലോ ഡിഫൈൻ ചെയ്യാൻ മക്കളെ നമ്മളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. കോൾറാഷ്യസ് ലോ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ സിമ്പിൾ ആണ്. ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിലുള്ള കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാണ്. അത്രയേ ഉള്ളൂ. നോക്കൂ മക്കളെ, നിങ്ങൾ ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്, ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ആസ് ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാണ് എന്ന കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl എങ്ങനെയാ കാണുക? ഇത് കാണാൻ ഇതിലുള്ള കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്താൽ മതി. ആരാ കാറ്റയോണ്? കാറ്റയോൺ Na+. അപ്പൊ അതിലുള്ള Na+ന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് അതിലുള്ള കാറ്റയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും ആഡ് ചെയ്യുക. Na+ഉം Cl- അല്ലേ കാറ്റയോണും ആനയോണും? അവരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്താൽ, സം ചെയ്താൽ NaCl എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. ഇതാണ് കോൾറാഷ്യസ് ലോ. ഇതിനെയാണ് നമ്മൾ കോൾറാഷ്യസ് ലോ എന്ന് പറയുക. അടുത്ത മക്കളെ നോക്കൂ, ഇത് കോൾറാഷ്യസ് ലോയിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലം, നമ്മൾ ചെയ്തു പഠിക്കേണ്ട പ്രോബ്ലം. എന്താണെന്നറിയോ? NaCl തന്നിട്ടുണ്ട്, HCl തന്നിട്ടുണ്ട്, സോഡിയം അസറ്റേറ്റ്, ഇത് സോഡിയം അസറ്റേറ്റ് എന്നാ വായിക്കുക. ഈ മൂന്ന് പേരുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദ്യം എന്നറിയോ? അസറ്റിക് ആസിഡ് AC എന്ന് പറഞ്ഞാൽ അസറ്റേറ്റ് അയോൺ ആണ്, H വന്നാൽ അസറ്റിക് ആസിഡ്, Na വന്നാൽ സോഡിയം അസറ്റേറ്റ്. അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാനാ പറഞ്ഞത്. സിമ്പിളാ. എന്താ മാർഗം എന്നറിയോ? ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഇത് അസറ്റിക് ആസിഡാ. ഞാൻ കാണിക്കാം, നോക്ക്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH, ഇതാണ് അസറ്റിക് ആസിഡ്. ഇയാളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാ കാണുക? ഇതിലുള്ള കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്താൽ മതി. ഇതിലുള്ള കാറ്റയോൺ ആരാ? H+. അപ്പൊ എങ്ങനെ എഴുതുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H++. ഇതിലുള്ള ആനയോൺ ആരാ? അസറ്റേറ്റ് അയോൺ ആണ്, CH3COO- അല്ലേ? ഈ രണ്ടാളുകളുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്താൽ അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും മക്കളെ. അപ്പൊ ഈ സാധനം, ഈ രണ്ടു പേരുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന മൂന്നാളുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് കണ്ടെത്തണം. അതെങ്ങനെയാന്നല്ലേ ഞാൻ പഠിപ്പിച്ചുതരാം. നോക്ക്, മൂന്നാളുകളാണ് ഇവിടെ ഉള്ളത്. ആരൊക്കെയാ മക്കളെ? നോക്കണേ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ്, ഒന്ന് ഞാൻ HCl എഴുതാണ്. HCl ഉണ്ട്. അടുത്തതാരാ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം അസറ്റേറ്റ് എഴുതുക. സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? CH3COONA, അതാണ് സോഡിയം അസറ്റേറ്റ്. മൂന്നാമത്തെ ഞാൻ ആരെ എഴുതുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl. റെഡി ആണല്ലോ? ഈ മൂന്നാളുകളെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. റെഡി. ഇവരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കാണാ? ഇതിലുള്ള കാറ്റയോൺ പ്ലസ് ആനയോൺ ചെയ്താൽ മതി. ആരാ കാറ്റയോൺ? H+. അപ്പൊ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H++. പിന്നെയോ മക്കളെ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl-.
ഓക്കെ, ഇനി സോഡിയം അസറ്റേറ്റ് എങ്ങനെയാ? ഇതിലുള്ള കാറ്റയോൺ എന്ന് പറയുന്നത് Na+, അപ്പൊ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na++. ആനയോൺ എന്ന് പറയുന്നത് അസറ്റേറ്റ് അയോണാ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COO-. ഇതിലാരാ കാറ്റയോണ്? Na+, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na+. പ്ലസ് ആനയോൺ Cl-, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl-. ഇനി എന്താ ചെയ്യേണ്ട അറിയോ? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇതിന് 2 എന്ന് കൊടുക്കുക, ഇതിന് 3 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താ മക്കളെ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചു നോക്കിക്കോ മക്കളെ, നോക്കിക്കോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ആഡ് ചെയ്യുക. അതിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 3 സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് ഇത് രണ്ടും ആഡ് ചെയ്തു, അതിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നോക്ക്, മൂന്നാമത്തതിൽ Na+ ഉണ്ട്, ഇവിടെ ആരുണ്ട്? Na+ ഉണ്ട്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോവും. ഇവിടെ Cl- ഉണ്ട്, ഇവിടെ Cl- ഉണ്ട്, ക്യാൻസൽ ചെയ്തു പോവും. ഇനി നിങ്ങൾ നോക്ക്, ഇനി ആരാ ബാക്കിയുള്ളത് എന്ന് പറ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+ ബാക്കിയുണ്ട്. പിന്നെ ആരാ ബാക്കിയുള്ളത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റേറ്റ് അയോൺ CH3COO-. ഇതല്ലേ ബാക്കിയുള്ളേ? നോക്ക് നിങ്ങൾ, ഇതല്ലേ ഇവിടെ ഉള്ളത്? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടൂലേ മക്കളെ? കിട്ടും. അപ്പൊ ഇക്വേഷൻ നമ്പർ 1ഉം 2 ആഡ് ചെയ്ത് 3 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? ഈ മൂന്ന് പേരുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ തന്നിട്ടില്ലേ? അപ്പൊ ഈ രണ്ടുപേരുടെയും വാല്യൂസ് ഇത് പ്ലസ് ഇത് ആഡ് ചെയ്യുക, അതിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാ. അപ്പൊ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആ മക്കളെ ഇത്. അടുത്തത് നോക്കൂ നിങ്ങൾ, സ്റ്റേറ്റ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഫാരഡേ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഒരു ഇലക്ട്രോലൈറ്റിലൂടെ നിങ്ങൾ കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അഥവാ ക്യൂ ഉണ്ടല്ലോ, അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അതാണ് ഫാരഡേന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊപ്പോർഷനാലിറ്റി സൈൻ ഈക്വൽ ആക്കണമെങ്കിൽ കോൺസ്റ്റന്റ് വേണം. ആ കോൺസ്റ്റന്റ് ആണ് Z എന്ന് പറയുന്നത്. എന്താ Z? ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് ആണ്. ZQ എന്ന് നമുക്ക് കിട്ടും. ഇനി മക്കളെ, നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, എന്താ Q എന്ന് പറഞ്ഞാൽ എന്താണ്? IT ആണ്. അപ്പൊ M is equal to ZIT എന്ന് കിട്ടും. ഇതാണ് ഫാരഡേന്റെ ഫസ്റ്റ് ലോ. ഇനി ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം വരാറുണ്ട്. എവിടെയാ നോക്കൊരു പ്രോബ്ലം, എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. അതിൽ 20 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് പാസ് ചെയ്തു 1.5 ആംപിയറിൽ. എങ്കിൽ മാസ് ഓഫ് കോപ്പർ എത്രയാ ഡെപ്പോസിറ്റ് ചെയ്യുക? മക്കളെ, മാസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ, ZIT. ഓക്കെ, ZIT. I എന്താ? I 1.5 ആംപിയർ ആണ്. ടൈം എത്രയാടാ? 20 മിനിറ്റ് ഇൻറ്റു 60 ചെയ്താൽ അത് സെക്കൻഡിലേക്ക് മാറും. ഇനി Z എങ്ങനെ കാണാ? Z കാണാൻ ഇക്വലന്റ് മാസ് അല്ലെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96,500. ഇനി ഇക്വലന്റ് വെയിറ്റ് എങ്ങനെയാ കാണാ? ഇക്വലന്റ് വെയിറ്റ് കാണാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എത്രയാ? എന്താ മക്കളെ? 63 അല്ലേ നമ്മുടെ അറ്റോമിക് മാസ് ഓഫ് കോപ്പർ. അപ്പൊ അറ്റോമിക് മാസ് ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ അതിന്റെ വാലൻസി, കോപ്പറിന്റെ വാലൻസി 2 ആണ്, ഡിവൈഡഡ് ബൈ 96,500. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് സെഡിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രണ്ടാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. Z എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് മാസ് ഡിവൈഡഡ് ബൈ 96,500. ഇക്വലന്റ് മാസ് കാണാൻ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. കോപ്പറിന്റെ വാലൻസി എത്രയാ? 2 ആണ് എന്നറിയണം.
ഓക്കെ ആണോ മക്കളെ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി സെല്ല്. ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും പ്രൈമറി സെല്ലാണ്. ലെഡ് സ്റ്റോറേജും അതേപോലെ തന്നെ നിക്കൽ കാഡ്മിയവും സെക്കൻഡറി ആണ്. പ്രൈമറിയും സെക്കൻഡറിയും എന്താണെന്ന് അറിയണം. അത് രണ്ടും തമ്മിലുള്ള രണ്ട് ഡിഫറൻസുകളെങ്കിലും പഠിച്ചേ തീരൂ. ഒരു കോംപ്രമൈസും അവിടെ ഇല്ല. അടുത്തത്, സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡ്രൈ സെല്ല്. ഡ്രൈ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.5 വോൾട്ടാ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, 4 സെല്ലുകളുണ്ട്. ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്, നിക്കൽ കാഡ്മിയം, ലെഡ് സ്റ്റോറേജ്. ഈ 4 പേരുടെയും ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് റിയാക്ഷൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാര്യം നോക്കൂ, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ച് ഇവിടെ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയണമെങ്കിൽ അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. 4 സെല്ലുകൾ കൃത്യമായി പഠിക്കുക. ഇനി അതൊക്കെ പഠിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. അതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ല് എന്ന് പറയുന്നത്. എന്താ ഫ്യൂൽ സെല്ല്? ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ, കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലിനെയാണ് നമ്മൾ ഫ്യൂൽ സെല്ല് എന്ന് പറയുക. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരക്കാൻ മക്കളെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിൻ്റെ റിയാക്ഷൻ എഴുതാൻ കഴിയേണ്ടതുണ്ട്. പോരാ, ഫ്യൂൽ സെല്ലിന്റെ ഒരു 2 അഡ്വാൻറ്റേജ് അറിയണം. എന്താ ഫ്യൂൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ്? ഒന്നത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, പൊല്യൂഷൻ ഫ്രീ ആണ്. 2 ഹൈലി എഫിഷ്യൻ്റ് ആണ്. 3 എത്ര കാലം നിങ്ങൾക്ക് റിയാക്റ്റൻസ് സപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്ര കാലം അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് 3ാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, കൊറോഷൻ, റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിങ്ങിന്റെ റിയാക്ഷൻ മക്കളെ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. റസ്റ്റിങ്ങിന്റെ റിയാക്ഷൻ എഴുതാൻ കഴിയണം. പിന്നെയോ, റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ അറിയണം. ഒന്ന് പെയിന്റിങ്ങും വാർണിഷസ് ഒക്കെ ഓക്കെയാണ്, ഗാൽവനൈസേഷൻ ഒക്കെ ഓക്കെയാണ്, ആന്റി റസ്റ്റ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് ഓക്കെയാണ്, അതേപോലെ സാക്രിഫൈഷ്യൽ മെത്തേഡ് ഓക്കെയാണ്, കാഥോഡിക് പ്രൊട്ടക്ഷൻ ഓക്കെയാണ്. ഏതെങ്കിലും 2 മെത്തേഡ് മക്കൾ കൃത്യമായി പഠിക്കുക. മക്കളെ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് പഠിക്കാതെ പോകരുത്. ഏതൊക്കെ ചാപ്റ്ററിൽ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഹെൽപ്പാണോ നിങ്ങൾക്ക് വേണ്ടത്, ധൈര്യമായി നിങ്ങൾ മെസ്സേജ് അയച്ചോ. ഏത് വീഡിയോയും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. ഏത് ടോപ്പിക്കും ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പഠിക്കാൻ വേണ്ടി സമയം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.